ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. ഞണ്ട് മസാല കറി. അതിനാവശ്യമായത് 2 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഞണ്ട്. ഇത് 3 വലിയ ഞണ്ട് 2ആയിട്ട് മുറിച്ചതാണ്. പിന്നെ തേങ്ങ, ഉപ്പ്, ഇത്രയുമാണ് ഇതിനാവശ്യമായത്. തക്കാളി, ഉള്ളി, പച്ചമുളക് ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ടേക്ക് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉലുവ ഇടാം. പിന്നീട് അതിലോട്ട് ഇത്ര മതിയാവും കടുക്, ഇത്ര മതിയാവും. ഈ കടുക് ഇടാം. കടുക് നന്നായി പൊട്ടി ചട്ടി നല്ലതുപോലെ കളർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലൊട്ടേക്ക് നമുക്ക് അരിഞ്ഞ ഉള്ളി അഥവാ സവാള നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില കറിയിൽ എത്രയും ഇട്ടാൽ നല്ലതാണ്. എനിക്കിഷ്ടമാണ് കറിവേപ്പില കറികളിൽ ഒരുപാട് ഇടുന്നത്. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിലോട്ടേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. പൊടികളെല്ലാം ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാനിതിലോട്ടേക്ക് പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. മൂന്ന് വലിയ പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് എൻ്റെത്. അതുകൊണ്ടാണ് ഞാൻ 3 മാത്രം എടുത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇതിലോട്ടേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇപ്പം ഇതിലോട്ട് കറിയിലോട്ട് ഞാൻ
1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിൽ തേങ്ങ വറുത്തരച്ചാണ് ഇടുന്നത്. വറുക്കുക എന്ന് പറഞ്ഞാൽ സാമ്പാറിനകത്ത് പോലെ ഒന്നും വറുക്കില്ല, കുറച്ച് വറുക്കും. ആ വറുക്കുമ്പോൾ അതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കും. അതുകൊണ്ടാണ് ഇതിൽ 1 സ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്തിയത്. മസാലകളെല്ലാം ഉള്ളിയിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നാൽ ഇതിലോട്ടേക്ക് നമുക്ക് ഞണ്ട് ചേർക്കാം. തക്കാളി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞണ്ട് ചേർക്കാം. ഈ ഞണ്ട് വേവാനുള്ള വെള്ളം നമുക്കിതിൽ ഒഴിച്ചിട്ട് ഉപ്പ് ഒരളവ് കുറച്ചും കൂടി നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവാൻ വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഞണ്ടിനെ തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നോക്കാം. അരപ്പ് റെഡിയാക്കാനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ അതിലോട്ടേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ട് തേങ്ങ ചേർത്ത് തേങ്ങ നന്നായി വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ടേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മൂപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിലോട്ടേക്ക് ഒരു തേങ്ങ ഇടാം. ഒരു അരമുറി തേങ്ങ മതിയാവും, അധികമൊന്നും വേണ്ട. ഒരു അരമുറി, ഒരു മുറിയുടെ പകുതി, ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി, 1/4 ഭാഗം മതി ഒരു തേങ്ങയുടെ. ഇത്രയും തേങ്ങ മതിയാവും. നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതൊരു 5 മിനിറ്റിനടുത്തോളം ഞാൻ ഈ എണ്ണ കണ്ടില്ല. എണ്ണ ഒരു തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പൊരിയുന്നത് പോലെ ആവില്ല, അതുപോലെ ആയിട്ടുണ്ട് എൻ്റെ തേങ്ങ. അത്രയും ആവണം, അത്രയും ആവണ്ടു. അല്ലാതെ നന്നായിട്ട് റോസ്റ്റ് ആവുമൊന്നും വേണ്ട. ഇത് റോസ്റ്റ് ചെയ്ത് ഒന്ന് തണിയാൻ വേണ്ടി വയ്ക്കാം. തണിഞ്ഞതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തേങ്ങ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കറിയിലോട്ടേക്ക് ചേർക്കാം. കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി വെച്ച് തന്നെ തിളക്കാൻ വെക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഓരോരുത്തരുടെയും ടേസ്റ്റിനും നിങ്ങൾക്ക് എത്രത്തോളം വേണോ മസാലപ്പൊടികളൊക്കെ ഇഷ്ടമാവോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഞണ്ട് ഇളക്കുമ്പോൾ ഞണ്ട് ഉടഞ്ഞു പോവാതെ നോക്കണം. നന്നായി വെന്ത ഞണ്ടാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കൂട്ടാം. വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെയും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയുടെ ചൂടിൽ നിന്നാണ് ഇതിങ്ങനെ തിള വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.